എല്ലാവർക്കും നമസ്കാരം. 10th പ്രിലിംസിന് മുമ്പോടിയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. √3 - √2 ഡിവൈഡഡ് ബൈ √3 + √2, അതുപോലെ പ്ലസ് √3 + √2 ഡിവൈഡഡ് ബൈ √3 - √2. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാൻ ആദ്യം ഈ ചോദ്യം ഒന്ന് എടുത്ത് എഴുതാൻ പോവുകയാണേ. അപ്പോൾ ആദ്യം ഞാൻ √3 - √2 ഡിവൈഡഡ് ബൈ √3 + √2 പ്ലസ് √3 + √2 ഡിവൈഡഡ് ബൈ √3 - √2 ഇതെടുത്ത് എഴുതി. ഇതിൽ നമ്മളിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടുക? അതായത് ഭിന്നസംഖ്യകൾ ഒന്ന് a/b ആണ്, കൂട്ടണം ഒന്ന് c/d ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൂട്ടുക? നേരെ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? a × d ചെയ്യും, പിന്നെ b + b × c ചെയ്യും. എന്നിട്ട് താഴെയോ ഡിവൈഡഡ് ബൈ, അതായത് a × d + b × c ഡിവൈഡഡ് ബൈ താഴെ എന്താ? ഈ b × d ആയിരിക്കും. ഈ താഴത്തെ ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചതായിരിക്കും താഴെ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെയും ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? എങ്കിൽ ഇത് ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ √3 - √2 × √3 - √2 ചെയ്യേണ്ടേ ആദ്യം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √3 - √2 ആണ് ഇത്, ഇതും √3 - √2 ആണ്. ഇതിനെ രണ്ടിനെയും ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്തെഴുതാം? രണ്ടും ഒന്ന് തന്നെയല്ലേ? √3 - √2 തന്നെയല്ലേ രണ്ടും? അപ്പോൾ അതിനെ രണ്ടിനെയും ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? √3 - √2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? ഇതെന്താണ് ശരിക്ക്? √3 - √2 × √3 - √2 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? √3 - √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇനി എന്താ ഉള്ളത്? പ്ലസ് ഉണ്ട് അല്ലേ? പ്ലസ്. ഇനി നോക്കൂ, ഇതേപോലെ ഇത് ഗുണിക്കണ്ടേ? √3 + √2 ഗുണിക്കണം √3 + √2 ഗുണിക്കണ്ടേ? അപ്പോൾ ഗുണിച്ചാൽ എങ്ങനെ എഴുതാം? √3 + √2 ഗുണിക്കണം √3 + √2. അപ്പോൾ എന്തെഴുതാം? ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ, നോക്കിക്കോ താഴെ നോക്കിക്കോ, √3 + √2 × √3 - √2 ആ തന്നേക്കുന്നത്. √3 + √2 × √3 - √2 നമ്മൾ കുറേ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്ത്? a + b × a - b ആണെങ്കിൽ, എന്താ പറഞ്ഞത്? a + b × a - b ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? a² - b² എന്ന് എഴുതാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താ പറഞ്ഞിട്ടുള്ളത്? a + b × a - b ആണെങ്കിൽ a² - b² ആയിരിക്കും. അത് നമ്മൾ പഠിച്ച ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ a എന്താ? √3 ആണ്, b എന്താ? √2 ആണ്. അപ്പോൾ ഇനി എന്തായിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്? √3² - √2² ആയിരിക്കില്ലേ? ആയിരിക്കുമല്ലോ. √3² - √2² ആയിരിക്കില്ലേ √3 + √2 × √3 - √2 എന്ന് പറയുന്നത്. എങ്കിൽ പറ, √3ന്റെ സ്ക്വയർ എത്രയാ? 3 അല്ലേ? √2ന്റെ സ്ക്വയർ എത്രയാ? 2 അല്ലേ? അപ്പോൾ അത് എത്രയായി? 1 ആയി. പറഞ്ഞ മനസ്സിലായല്ലോ? എന്താ ചെയ്തത്? a + b × a - b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. നമ്മൾ താഴെ എന്താ ചെയ്യേണ്ടത്? √3 + √2 × √3 - √2 ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യുമ്പോൾ അത് എന്ത് ഫോർമാറ്റിലാ? a + b × a - b എന്നുള്ള ഫോർമാറ്റിലാ അല്ലേ? അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? a² - b². ഞാനിവിടെ എന്ത് എഴുതി? a² പകരം √3² എഴുതി, b² പകരം √2² എഴുതി. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 3 ആണ്. √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? 1 ആയി. ഓക്കെ ആണല്ലോ? ഞാൻ അപ്പോൾ ഇതിന് പകരമായിട്ട് എന്താ എഴുതുന്നേ? ഇതിനെല്ലാം പകരമായിട്ട് എനിക്ക് എന്തെഴുതിയാൽ മതി? 1 എഴുതിയാൽ മതി. മതിയല്ലോ? എന്തെഴുതി? 1 എഴുതി. താഴെ ഛേദമായിട്ട് എന്ത് വന്നു? 1 വന്നു. ഇനി മേലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചോ, a - b ഹോൾ സ്ക്വയർ പ്ലസ് a + b ഹോൾ സ്ക്വയർ ആണ് തന്നിട്ടുള്ളത് അല്ലേ? a - b ഹോൾ സ്ക്വയർ പ്ലസ് a + b ഹോൾ സ്ക്വയർ ഫോർമാറ്റിലാണ് തന്നിട്ടുള്ളത് ആണല്ലോ? നമുക്കറിയാം a + bന്റെ ഇക്വേഷൻ എന്താ? a² + 2ab + b² ആണ്. അതുപോലെ a - b ഹോൾ സ്ക്വയറിന്റെ ഇക്വേഷൻ എന്താ? a² -
2ab പ്ലസ് ബി സ്ക്വയർ. അത് രണ്ടും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടിലും സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഗുണിക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് തുല്യമാണ്. എന്താ പറഞ്ഞത്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം എന്താണ്? 2 ഗുണിക്കണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് തുല്യമാണ്. എങ്കിൽ നോക്ക്, ഈ ഇക്വേഷൻ പഠിച്ചാലോ. എന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സമം 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് തുല്യമാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ പറ, മേലെ എന്താ എഴുതേണ്ടത്? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലേ? അല്ലേ? എ എന്താ? √3. ബി എന്താ? √2 അല്ലേ? അപ്പം ഞാൻ എഴുതുകയാണ് 2 ഇൻറ്റു √3 സ്ക്വയർ പ്ലസ് അല്ലേ √2 സ്ക്വയർ ഡിവൈഡഡ് ബൈ എത്രയാ? 1. ആ 1 എഴുതണോ? വേണ്ടല്ലോ. അപ്പോൾ ആ ഡിവൈഡഡ് ബൈ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇനി പറ, 2 ഇൻറ്റു √3 സ്ക്വയർ എത്രയാ? √3 സ്ക്വയർ എത്രയാ? എത്ര തവണയായി അല്ലേ? 3 ആണ്. പ്ലസ് അതുപോലെ എഴുതി. √2 സ്ക്വയർ എത്രയാ? 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 5 എന്ന് എഴുതാം. നമ്മുടെ ഉത്തരം എത്രയാണ്? 10 ആണ് നമ്മുടെ ഉത്തരം. എത്രയാണ്? 10. ഓപ്ഷൻ ഡി 10 ആണ് നമ്മുടെ ഉത്തരം. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പോൾ ഈ ഇക്വേഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും. ഇല്ലായാലും ചെയ്യാം. എങ്ങനെ വിചാരിച്ചാൽ √3 മൈനസ് √2 ആദ്യം ഗുണിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? √3 മൈനസ് √2 ഇൻറ്റു √3 മൈനസ് √2 വെച്ചിട്ട് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ √3 സ്ക്വയർ മൈനസ് 2 ഗുണിക്കണം √3 ഇൻറ്റു √2 പ്ലസ് √2 സ്ക്വയർ. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെ എഴുതും? √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ഇൻറ്റു √6 പ്ലസ് 2. ഇനി അടുത്തത് എഴുതും. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ലാസ്റ്റ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്ക് ആൻസറിലേക്ക് എത്തുക. നമുക്കിത് പഠിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ ഏതാണ്? ഇത് അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യനാണ്. സിമ്പിളാണ് തോന്നും, പക്ഷേ ടഫ് ക്വസ്റ്റ്യനാണ്. നോക്കിക്കോ, 4, 18, 48 മിസ്സായിട്ടുള്ള സംഖ്യ 180. ഞാൻ എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ 4, 18, 48 മിസ്സായ സംഖ്യ 180. ഇവിടെയുള്ള ഐഡിയ എന്ന് പറയുന്നത് നോക്കിക്കോ, 1 ഗുണിക്കണം 2 സ്ക്വയർ ആണെന്ത്? 4. 1 ഗുണിക്കണം 2 സ്ക്വയർ ആണെന്ത്? 4. അതുപോലെ തന്നെ 2 ഗുണിക്കണം 3 സ്ക്വയർ ആണെന്ത്? 18. പറഞ്ഞാൽ മനസ്സിലായല്ലോ. 2 ഗുണിക്കണം 3 സ്ക്വയർ. 3 സ്ക്വയർ എത്രയാ? 9. 9 ഇൻറ്റു 2 18. ഇനി അടുത്ത് നോക്ക്, 3 ഗുണിക്കണം 4 സ്ക്വയർ. ഓക്കെ, 3 ഗുണിക്കണം 4 സ്ക്വയർ. 16 ഇൻറ്റു 3 ആണെന്ത്? 48. ഇനി അപ്പം അടുത്തത് എന്തായിരിക്കും? 4 ഗുണിക്കണം 5 സ്ക്വയർ അല്ലേ ആവേണ്ടത്? അപ്പം എത്രയാ? 5 സ്ക്വയർ 25. 25 ഇൻറ്റു 4 100. നമ്മുടെ ഉത്തരം അപ്പം എത്രയായിരിക്കും? ഓപ്ഷൻ സി 100 ആയിരിക്കും. നിൽക്ക്, ഇനി അടുത്തതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. എന്തായിരിക്കും? 5 ഇൻറ്റു 6 സ്ക്വയർ. 6 സ്ക്വയർ എത്രയാ? 36. 36 ഇൻറ്റു 5 180. കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 100 ആണ് വിട്ടുപോയ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചതുരാകൃതിയിലുള്ള ഒരു തകര ഷീറ്റിന്റെ നീളവും വീതിയും യഥാക്രമം 12.5 മീറ്ററും 10.2/3 മീറ്ററുമാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? ഒരു ചതുരത്തിന്റെ നീളവും തന്നിട്ടുണ്ട്, വീതിയും തന്നിട്ടുണ്ട്. 12.5 മീറ്ററും 10.2/3 മീറ്ററും. ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചുറ്റളവ് എന്താ? ചുറ്റളവ് സമം എന്താണ്? 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി ആണല്ലോ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? നീളവും വീതിയും കൂട്ടിയതിന് ശേഷം അതിനെന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 12 1/2 ഉണ്ട്, 10 2/3 ഉണ്ട്. ഇവയെ കൂട്ടണ്ടേ? അപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നീളം കൂട്ടണം വീതിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സംഖ്യകൾ 12 1/2 കൂട്ടണം 10 2/3. ഇവയെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമുക്ക് എന്ത് ചെയ്താൽ മതി?
ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഈ 12നെയും 10നെയും കൂട്ടി 22 എന്ന് എഴുതാം. പിന്നെ ഈ 1/2 2/3 കൂട്ടിയിട്ട് നമുക്ക് കൂടെ എഴുതിയാൽ മതി. അത് കൂട്ടിയാൽ 7/6 കിട്ടുക. അപ്പം അങ്ങനെ ചെയ്താലും മതി. ഓക്കെ ആണല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിനെ വിഷമഭിന്നാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. നീളവും വീതിയും കൂട്ടിയതിന് ശേഷം 2 കൊണ്ട് ഗുണിക്കണം. അപ്പം നമുക്ക് വീണ്ടും ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞത്, ആദ്യം തന്നെ ഇവയെ വിഷമഭിന്നം ആക്കണം. മിശ്രഭിന്നത്തിന് എന്താക്കണം, വിഷമഭിന്നാക്കണം. അപ്പം പറ, 12/1/2 വിഷമഭിന്നമാക്കുക എങ്ങനെയാ? ഈ ഛേദമായ 2 ഗുണിക്കണം 12. 2 ഗുണിക്കണം 12 എത്രയാ? 24 അല്ലേ? ഇനി എന്താണ്, കൂട്ടണം. എന്ത്, ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ, 1 ഡിവൈഡഡ് ബൈ 2. അപ്പം എത്രയാ? 25/2 ആണല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം, ഈ 12/1/2 പകരം എന്തെഴുതാം, 25/2 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ. എങ്കിൽ അടുത്ത പറ, 10/2/3 എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം പറയൂ? 3 × 10 എത്രയാ? 30 പ്ലസ് 2 ഉണ്ട് അല്ലേ, ഡിവൈഡഡ് ബൈ 3. എത്രയാണത്? 32/3 കിട്ടിയാലോ. അപ്പം എന്താണ്, അതിന് പകരം ഞാൻ എന്തെഴുതാണ്, പ്ലസ് 32/3 എഴുതാണ്. എഴുതിയ മനസ്സിലായല്ലോ? 12/1/2 എന്താ എഴുതി? 25/2 എന്ന് എഴുതി. 10/2/3 പകരം എന്തെഴുതി? 32/3 എന്ന് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യും? സാധാരണ എന്താ ചെയ്യുക, അത് തന്നെ ചെയ്യുക. എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 25 എത്രയാ? 3 × 25 75. കൂട്ടണം. 2 × 32 എത്രയാ? 64. ഡിവൈഡഡ് ബൈ 2 × 3 എത്രയാണ്? 6. മനസ്സിലായല്ലോ. എങ്കിൽ പറയൂ, 75 കൂട്ടണം 64 എത്രയാ? 139 അല്ലേ? 139 അല്ലേ? ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു 6 ഉണ്ട്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചേക്കണ നീളം കൂട്ടണം വീതിയാണ്. അപ്പം ചുറ്റളവ് കാണാൻ എന്ത് ചെയ്യണം? ചുറ്റളവ് കാണാൻ എന്ത് ചെയ്യണം? 2 ഗുണിക്കണം. നീളം എത്രയാ? നീളം കൂട്ടണം വീതി എത്രയാ? 139/6. 139/6. അപ്പം ഇനി എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം അല്ലേ? വെട്ടിച്ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 2ഉം 6ഉം വെട്ടിയ താഴെ എത്രയാ? 3 വന്നു. 139/3 എന്ന് വന്നു. ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഓപ്ഷനിൽ എങ്ങനെയാ? മിശ്രഭിന്നത്തിലാണ് തന്നേക്കണേ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് മിശ്രഭിന്നാക്കാം. അറിയാലോ, 139 ഹരിക്കണം 3. 3 4 12. ശിഷ്ടം 1 ഇറക്കി എഴുതി, 9 ഇറക്കി എഴുതി. അപ്പം 4 നോക്കിയപ്പോൾ എല്ലോ 4 വെച്ചിട്ടാ 40 എല്ലതും അല്ലേ? അപ്പം ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 3 6 18. 3 6 18. അപ്പം ശിഷ്ടം 1. അപ്പം നമ്മുടെ ഉത്തരം എത്രയാ? 46 1/3. ഓക്കെ, ഏതാ ഉത്തരം? 46 1/3 ഏതാ ഉത്തരം? ഓപ്ഷൻ എ 46 1/3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്, ചുറ്റളവായിട്ട് വരുന്നത്. ഇതാ ഇങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യായിരുന്നു? ആദ്യം ഈ 12.5 എന്ന് പറഞ്ഞാൽ എന്താ? 12.5 എന്ന് പറഞ്ഞാൽ എന്താ? 12 കൂട്ടണം 1/2 ആണ്. അതുപോലെ തന്നെ 10/2/3 എന്ന് പറഞ്ഞാൽ എന്താ? 10 കൂട്ടണം 2/3 ആണ്. അപ്പോൾ ആദ്യം വേണമെങ്കിൽ ഈ 12ഉം ഈ 10ഉം കൂട്ടുക. അപ്പോൾ എത്ര? 22 കിട്ടി. ഇനി എന്ത് ചെയ്യും? പ്ലസ് 1/2 പ്ലസ് 2/3 ചെയ്യാം. അപ്പോൾ നമുക്കൊരു 7/6 എന്ന് കിട്ടും. എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താലും മതി. എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചാലും മതി, ഉത്തരം കിട്ടും കേട്ടോ. ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വിചാരിച്ചാൽ ലാസ്റ്റ് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാതിൽ ഉൾക്കൊള്ളുന്ന ഒരു ചുമരിൻ്റെ നീളം 5.5 മീറ്ററും വീതി 4.25 മീറ്ററുമാണ്. ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുമർ സിമന്റ് തേക്കാൻ എത്ര രൂപ ചിലവ് വരും? എന്താ ചെയ്യണ്ടേ? ചോദ്യത്തിൽ പറഞ്ഞേക്കണത് എന്ത് കാണാനാ? ഏരിയ കാണാനാണ് പറഞ്ഞേക്കണത് അല്ലേ? ഞാൻ ജസ്റ്റ് ഇതൊന്ന് വരച്ച് കാട്ടിത്തരാം. അതായത് ഇതൊരു ചുമരാണെന്ന് വിചാരിക്കുക. ആ ചുമരിൽ വാതിലുണ്ട്. ഇവർ പറഞ്ഞ സ്പെക്ക് വെച്ചിട്ടുള്ള വാതിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഒരു വാതിൽ അല്ലേ? അപ്പോൾ ഇതിൻ്റെ വാതിലിൻ്റെ നീളം 2 മീറ്ററും
വീതി എത്രയാണ് പറഞ്ഞേക്കണത് 1 മീറ്ററുമാണ്. അതുപോലെ ചുമരിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ 5.5 മീറ്റർ നീളവും വീതി എന്ന് പറയുന്നത് 4.25 മീറ്ററുമാണ്. അപ്പോൾ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ചതുരശ്ര മീറ്ററിന് 24 രൂപ നിരക്കിൽ ഈ ചുമര് സിമൻറ്റ് തേക്കാൻ എത്ര രൂപ ചിലവാകുന്ന? മൊത്തം ചുമരല്ല, ഇത്രയും ഭാഗം എന്താണ്? വാതിൽ പോയി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഇത്രയും ഭാഗത്തെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഏരിയനെ എന്ത് ചെയ്യണം? നമ്മുടെ പ്രൈസ് എത്ര? ഒരു ചതുരശ്ര മീറ്ററിന് 24 ആണെന്നുണ്ടെങ്കിൽ ആ 24 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോവുകയാണ്. നോക്കിക്കോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്ത്? വാതിലിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്. വാതിലിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? നീളം ഗുണിക്കണം വീതി അല്ലേ? ചുറ്റളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യണം? 2 ഗുണിക്കണം 1 എത്രയാണ്? 2. ഓക്കെയാണ് അല്ലേ? എങ്കിൽ ഇനി അടുത്ത് പറയൂ. എന്താ പറഞ്ഞിട്ടുള്ളത്? ചുമരിൻ്റെ നീളം 5.5 മീറ്ററും വീതി 4.25 മീറ്ററും. അപ്പോൾ ചുമരിൻ്റെ പരപ്പളവ് കാണണമല്ലോ. ചുമരിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കാണുക? 5.5 ഗുണിക്കണം 4.25. എങ്ങനെ ഗുണിക്കും? സാധാരണ പോലെ ഗുണിക്കും അല്ലേ? എങ്ങനെ ഗുണിക്കുക? നമ്മൾ ഈ സംഖ്യകളെ എങ്ങോട്ട് എടുക്കും? 425 ഗുണിക്കണം 55. എന്താ ചെയ്തത്? 425 ഗുണിക്കണം 55 ചെയ്യാലോ? എത്ര കിട്ടുക? 5 25 ശിഷ്ടം 2 2 5 10 2 12 ശിഷ്ടം 1 ഇങ്ങോട്ട് പോയി. 4 21 21. ഇനി ഇവിടെ ചെയ്താലോ? 5 25 ശിഷ്ടം 2 5 10 1 2 12 ഇങ്ങോട്ടൊന്ന് പോയി. 4 20 21. താഴെ എത്ര എഴുതാം? അപ്പോൾ 5 7 3 3 2 2 3 3 7 5 എന്ന് നമ്മൾ എഴുതി. ഓക്കെയാണ് അല്ലേ? ഇതാണോ ഉത്തരം? അതായത് ഈ 5.5 × 4.25 ഗുണിച്ചാൽ നമുക്ക് 23,375 ആണോ കിട്ടുക? അല്ല അല്ലേ? എത്ര കിട്ടുക? ഇവിടെ എത്ര ദശാംശ സ്ഥാനങ്ങൾ മാറ്റിയിട്ടാണ് പോയിന്റ് ഇട്ടേക്കണത്? 1 2 3 എണ്ണം മാറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ഉത്തരത്തിൽ എത്ര സ്ഥാനം വേണം? 3 എണ്ണം മാറ്റിയിട്ടാ. 1 2 3 ദശാംശ സ്ഥാനങ്ങൾ മാറ്റി 23.375 ആയിരിക്കും എന്ത്? ചുമരിൻ്റെ പരപ്പളവ്. എങ്കിൽ പറ. ഇനി ഇത് ഞാൻ മായ്ക്കുവാണേ. എങ്കിൽ പറ എന്താ ചെയ്യേണ്ടത്? ആകെ നമ്മളെ ചുമരിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? അപ്പോൾ ആകെ അതായത് ചുമരിൻ്റെ പരപ്പളവ് എത്രയായിരിക്കും? വാതിൽ ഒഴിവാക്കണ്ടേ? ഈ വാതിൽ ഒഴിവാക്കിയിട്ടുള്ള പരപ്പളവ് എത്രയായിരിക്കും? പെയിന്റ് അടിക്കുന്ന പരപ്പളവ് എത്രയാണ്? 23.375 നിന്ന് എന്ത് കുറയ്ക്കണം? 2 കുറയ്ക്കണം. കുറയ്ക്കാൻ അറിയാലോ. 23.375 2 കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? 23 2 കുറയ്ക്കുക. എത്ര കിട്ടുക? 21. എന്നിട്ട് എന്ത് ചെയ്യുക? ആ 0.375 അതേപോലെ എഴുതിയാൽ മതി. ഓക്കെ. ഇനി നോക്ക്. ഇനി എന്താ പറഞ്ഞത്? ഇപ്പം നമ്മൾ അതിൻ്റെ പരപ്പളവ് കണ്ടു അല്ലെങ്കിൽ വിസ്തീർണം കണ്ടു. ഇനി എന്താ പറഞ്ഞത്? 1.375 എന്താണ്? ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ ഇനി എന്താ പറഞ്ഞത്? ഒരു ചതുരശ്ര മീറ്ററിന് 24 രൂപ. അപ്പോൾ ഇതിനെത്രയായിരിക്കും? 21.375 × 21.375 × 24 ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? ഗുണിക്കണം അല്ലേ? ഗുണിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 21.375 24 കൊണ്ട് ഗുണിക്കാൻ. അപ്പം എന്ത് ചെയ്യും? ആ പോയിന്റ് ഒഴിവാക്കിയിട്ട് അങ്ങ് എഴുതി 21.375 ഗുണിക്കണം 24. ഞാൻ എന്താ ചെയ്തത്? പോയിന്റ് ഒഴിവാക്കിയിട്ട് അങ്ങ് എഴുതി. ഇനി പറ. 5 × 4 20 ശിഷ്ടം 2 7 4 28 ശിഷ്ടം 2 എത്രയാ? 30. അപ്പോൾ ഇവിടെ ശിഷ്ടം എത്രയായി? 3 ആയി. 3 4 12 3 4 12 3 15 ശിഷ്ടം 1 1 4 4 1 5 2 4 8 8 5 5 0 അല്ലേ? ഓക്കെ. ഇനി നേരെ 2 കൊണ്ട് ഗുണിക്കുക. 2 × 5 10 ശിഷ്ടം 1 7 14 1 15 ശിഷ്ടം 1
23 6 1 7 1 ഇൻറ്റു 2 2 2 ഇൻറ്റു 2 4. കറക്റ്റ് ആണല്ലോ. ഇനി ഒന്ന് കൂട്ടി നോക്ക്. 0 ഇവിടെ 0 5 5 0 ശിഷ്ടം 1 അല്ലേ. അപ്പം എത്ര കിട്ടുക? 13 കിട്ടും അല്ലേ. 7 6 13 കിട്ടും. അപ്പം 3 ശിഷ്ടം 1. അപ്പം ഇവിടെ ചെയ്താൽ 11 ആയി. അപ്പം ശിഷ്ടം 1 ഇങ്ങോട്ട് പോയി. അപ്പം എത്ര കിട്ടി? നമുക്ക് 5 1 3 0 0 എന്ന് കിട്ടി അല്ലേ. അപ്പം നമ്മൾ എഴുതുകയാണ് 5 1 3 0 0 0. ഇതാണോ ഉത്തരം? ഇതെന്താ 21 375 24 ഗുണിച്ചാലോ നമുക്ക് എത്ര ഗുണിക്കേണ്ടതെന്നേ? 21.375 ഗുണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ എത്ര സ്ഥാനം മാറ്റിയിട്ടാണ് പോയിന്റ് ഇടേണ്ടത്? ഇവിടെ 3 സ്ഥാനം മാറ്റിയ പോയിന്റാണ് വേണ്ടതെന്നേ. അപ്പോൾ നമ്മൾ ഉത്തരത്തിൽ എത്ര സ്ഥാനം മാറ്റിയിടണം? 3 സ്ഥാനം മാറ്റിയിടണം. 1 2 3 513.000. ഓക്കെ ആണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പോയിന്റിന് ശേഷം വലതുവശത്തേക്ക് എത്ര 0 വന്നാലും അതിന് വിലയുണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാ? 513. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 513 ആണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. പിന്നെ ടെൻഷൻ ആവാനൊന്നുമില്ല. ഈ ചോദ്യം അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഉത്തരമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചോദിച്ചാൽ കുറേ ഗുണിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണ്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 44 ആണെങ്കിൽ 7 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ വയസ്സ് എത്രയാന്ന് ചോദിച്ചത്. അച്ഛൻ്റെ വയസ്സ് ഇപ്പം എത്രയാ? 44. അപ്പം മകൻ്റെ വയസ്സ് എത്ര ആയിരിക്കും? എന്താ പറഞ്ഞത്? മകൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണെന്നാ. 3 മടങ്ങിനോട് 5 വർഷം ചേർത്തതാണെന്നാ. അപ്പൊ എന്ത് ചെയ്യാ? 44 ആദ്യം ഒരു 5 കുറയ്ക്കുക. അപ്പൊ എത്ര? 39. എന്നിട്ട് എന്ത് ചെയ്യാ? ആ 3 മടങ്ങിനോട് എന്ന് പറയുന്നതുകൊണ്ട് ആ 3 കൊണ്ട് ഹരിക്കുക. എത്രയാ? 13 എന്ന് കിട്ടും. അത് ഇപ്പോഴത്തെ വയസ്സാ. മകന്റെ ഇപ്പോഴത്തെ വയസ്സാണ് 13. ഇനി നോക്ക്, 7 വർഷങ്ങൾക്ക് ശേഷം ചോദിച്ചാൽ എന്തായി? പ്ലസ് ഒരു 7 20 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ കോമൺ സെൻസ് വെച്ചിട്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്തതാ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ തന്നേക്കുന്നത് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്താണ്. അപ്പൊ മകൻ്റെ വയസ്സ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുകയാണ്. എങ്കിൽ പറയൂ ഇത് എങ്ങനെ വരും? 3 മടങ്ങിനോട്. അപ്പോൾ 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 5 സമം അച്ഛൻ്റെ വയസ്സ് 44. ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. എന്താ ചോദ്യം തന്നിട്ടുള്ളത്? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിന്റെ 3 മടങ്ങിനോട് 5 വർഷം ചേർത്താണ്. അപ്പൊ എന്താണ്? 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3x പ്ലസ് 5 വർഷം ചേർത്തതാണെന്ന് പറഞ്ഞാൽ കൂട്ടണം 5. ഇത് അച്ഛൻ്റെ പ്രായമാണ്. അത് എത്രയാ? 44. ഇതിൽ നിന്ന് നമ്മൾ 3x കണ്ടുപിടിക്കുകയാണ്. അപ്പൊ 44 കുറയ്ക്കണം 5. എത്ര കിട്ടി? 3x സമം 39. ഇവിടെ കുറയ്ക്കണം 5 വന്നാൽ എങ്ങനെയാ? ഇവിടെ പ്ലസ് 5 ആണ്. അത് സമത്തിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ -5 ആകും. അപ്പൊ ഇനി x കാണണ്ടേ? ഇത് 3 ഗുണിക്കണം x ആണ്. x സമം 39/3 ആവും. 39നെ 3 കൊണ്ട് ഹരിക്കണം വരെയാവും. ഇവിടെ 3 ഗുണിക്കണം x ആണ്. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഹരിക്കണം. അപ്പൊ ഇത് എത്രയായി? 13. x 13. ഫസ്റ്റ് ഓപ്ഷൻ എ 13 എന്ന് വിചാരിച്ചു പോയി അടിച്ചാൽ അറിഞ്ഞു ചെയ്ത മാർക്ക് പോവും. അറിഞ്ഞു ചെയ്ത മാർക്ക് നമ്മുടേത് തെറ്റിപ്പോവും അല്ലേ? കാരണം ചോദ്യം എന്താണ്? 7 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എത്രന്നാ. ഉത്തരം കണ്ടുപിടിച്ചു. അത് ഇപ്പോഴത്തെ വയസ്സാണ്. 7 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അതിനോട് 7 കൂട്ടണം. ഉത്തരം 20. ഉത്തരം ഓപ്ഷൻ സി 20 ആണ്. തെറ്റരുത് കേട്ടല്ലോ. ഇവര് ഉത്തരം ഓപ്ഷൻ ഇട്ട കണ്ടല്ലോ. PSC എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അവർ ഓപ്ഷൻ ഇട്ട കണ്ടോ? നിങ്ങളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യരുത്? ഇവിടെ വരെ എത്തി ഉത്തരം അടിച്ച് പോവരുത്. ചെയ്യാൻ അറിയുന്ന ഒരു മാർക്കാണ്, കളയരുത്. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കുക. രവി, റഹീം, ജോൺ എന്നിവർക്ക് 4500 രൂപയുടെ 2 ഭാഗവും 6 ഭാഗവും 4 ഭാഗവും യഥാക്രമം നൽകുന്നുവെങ്കിൽ ജോണിന് എത്ര രൂപ ലഭിക്കും? ഞാൻ ഇതൊന്ന് എഴുതാം. രവി, റഹീം, ജോൺ. രവി, റഹീം, ജോൺ.
പൈസ 4500 അതവിടെ നിൽക്കട്ടെ. എന്ത് പറഞ്ഞിട്ടുള്ളത്? രവിക്ക് 2 ഭാഗം, റഹീമിന് 6 ഭാഗം, ജോണിന് 4 ഭാഗം. ഇനി എന്താ പറഞ്ഞത്? ഇത് 2 ഭാഗം, 6 ഭാഗം, 4 ഭാഗം യഥാക്രമം നൽകുന്നു. എന്തിൻ്റെ? 4500-ൻ്റെ. അപ്പം മൊത്തം ആകെ എത്ര ഭാഗങ്ങളാ? 2, 6, 4 ഇതും 3 കൂട്ടുന്നതല്ലേ? 6, 4, 10, 2, 12 ഭാഗങ്ങളാണ് ആകെ ഉള്ളത്. അപ്പം എന്ത് ചെയ്യുക? 4500-നെ 12 ഭാഗങ്ങളാക്കി ഭാഗിച്ചു. ഇനി എന്താ പറഞ്ഞത്? ജോണിന് എത്ര കിട്ടുന്ന? അപ്പം എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിനെ ജോണിൻ്റെ ഭാഗം 4 അതുകൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 4500 ആകെ പൈസ. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 12 ഭാഗങ്ങളായിട്ടാണ് ആകെ ഭാഗിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഒരു ഭാഗം എത്രയെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തായി? 4500-നെ 12 ഹരിച്ചാൽ മതി. അതാണ് ഇവിടെ ചെയ്തത്. ഇനി എന്താണ്? ജോണിന് 4 ഭാഗമാണ് കിട്ടുന്നത്. നമ്മുടെ ചോദ്യം അതാണ്. അപ്പം ഇൻറ്റു 4. ഇനി വെട്ടിച്ചെറുതാക്കാലോ. 4 കൊണ്ട് വെട്ടാം. അപ്പം ഇവിടെ എത്രയായി? 12. 4 കൊണ്ട് വെട്ടിയാൽ 3 കിട്ടി. ഇനി എന്താണ്? 4500 ഹരിക്കണം 3 എത്രയാണ്? 1500. എത്രയാണ്? 1500. നമ്മുടെ ഉത്തരം എന്താ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്ത് 3850 രൂപയ്ക്ക് മറ്റൊരാൾക്ക് വിറ്റാൽ രാഹുലിന് എത്ര ശതമാനം ലാഭമാണ് ലഭിച്ചത്? വളരെ നല്ല ചോദ്യമാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് LGSൻ്റെ ക്ലാസ്സുകളിൽ. എങ്ങനെയാണ് ചെയ്യണ്ടേ? രാഹുൽ 2500 രൂപയ്ക്ക് ഒരു പഴയ TV വാങ്ങി 1000 രൂപ മുടക്കി കേടുപാടുകൾ തീർത്തു. അപ്പം ശരിക്കും വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? രാഹുൽ വാങ്ങിയ TV വാങ്ങിയ വില എന്ന് പറയുന്നത് 2500 ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഈ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസാണ്. നമുക്ക് വന്ന കോസ്റ്റാണ്, ആകെ കോസ്റ്റാണ്. അത് എത്രയാണ്? 2500 മാത്രമല്ല, അതിൻ്റെ ഒപ്പം മുടക്കിയ 1000 ഉറുപ്പ്യയും കൂടിയാണ്. അപ്പം മൊത്തത്തിൽ വാങ്ങിയ വിലയെ 3500 ആയിട്ട് നമ്മൾ എടുക്കണം. ആദ്യത്തെ കാര്യം അതാണ്. ഇനി അടുത്തത് എന്താ പറഞ്ഞേ? വിറ്റത് എത്ര ഉറുപ്പ്യക്കാ? 3850 ഉറുപ്പ്യക്കാം. അപ്പോൾ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3850 കുഴപ്പമില്ല. നമുക്കറിയാം എത്ര ശതമാനം ലാഭമാണ് എന്ന് ചോദിച്ചാൽ ലാഭശതമാനം കാണാൻ വേണ്ടിയിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ എന്താ? ലാഭം ഹരിക്കണം എപ്പോഴും താഴെ എന്തായിരിക്കും? വാങ്ങിയ വില ശതമാനമാക്കാൻ വേണ്ടിയിട്ട് ഒരു 100. ഓക്കെ ആണല്ലോ. അപ്പം ലാഭം എത്രയാ? ഇവിടെ എത്ര ലാഭം? 3500 ഉറുപ്പ്യക്ക് വാങ്ങിയ സാധനം 3850 ഉറുപ്പ്യക്ക് വിറ്റാൽ അയാൾക്ക് എത്ര ലാഭം? 3850 3500 കുറച്ചാൽ പോരെ? എത്രയാണ് 3850 3500 കുറച്ചാൽ എത്രയാണ്? 350 ഉറുപ്പ്യാണ് അയാളെ ലാഭം. അങ്ങനെയല്ലേ നമ്മൾ പറയാ? നമ്മളിപ്പോൾ ഒരു സാധനം 10 ഉറുപ്പ്യക്ക് വാങ്ങി അത് 12 ഉറുപ്പ്യക്ക് വിറ്റ് കഴിഞ്ഞാൽ നമ്മളെ ലാഭം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? 2 അല്ലേ? ആ 12 10 കുറയ്ക്കണമല്ലേ? നമ്മളൊരു സാധനം 20 ഉറുപ്പ്യക്ക് വാങ്ങി 25 ഉറുപ്പ്യക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ലാഭം എത്രയാ? 5 അല്ലേ? അതാണ് ഇവിടെ ഉപയോഗിക്കണേ കേട്ടോ. അപ്പം ലാഭം 350 ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എത്രയാ? 3500. ഇതെഴുതരുത്, ഇതെഴുതണം കേട്ടോ. എന്തുകൊണ്ടാണ്? 1000 ഉറുപ്പ്യ അവിടെ മുടക്കിയിട്ടുണ്ട് വേറെ. അപ്പം ഇനി എന്ത് ചെയ്യണം? ഗുണിക്കണം 100. അറിയാലോ ചെയ്യാൻ. ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി, ഈ 0 പോയി. 35/35 വെട്ടിപ്പോയ 1/1. അപ്പോൾ നമ്മൾ ഉത്തരം എത്രയായി? 10 × 1 10%. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മളിത് മുമ്പ് ചെയ്തതാണ്, എന്നിട്ട് നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാ? ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അല്ലാത്തവർ ഇതിന് ഉത്തരം കിട്ടിയിട്ടുണ്ടാവണം കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാമല്ലോ നമുക്ക്. അടുത്ത ചോദ്യം നോക്കുക. ഒരു 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക 9 ആണ്. അക്കങ്ങൾ തലതിരിച്ചെഴുതുമ്പോൾ പുതിയ സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ശ്രദ്ധിക്കണേ, സംഖ്യ ഏതെന്നാണ് ചോദിച്ചേക്കണേ.
അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ എന്താണ് ആദ്യം നോക്കേണ്ടത് അക്കങ്ങളുടെ തുക 9 ആണെന്ന്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ നിർത്താണ് നോക്കണേ. അപ്പോൾ ഓപ്ഷൻ നോക്കി കഴിഞ്ഞപ്പോൾ 4 5 കൂട്ടിയ 9 ആണ്, 2 7 കൂട്ടിയ 9 ആണ്, 6 3 കൂട്ടിയ 9 ആണ്, 3 6 കൂട്ടിയാൽ 9 ആണ്. കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, 45 എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ സംഖ്യയാണ് 45. അപ്പോൾ പുതിയ സംഖ്യ ഏതായിരിക്കും? തിരിച്ചിടുന്നത് 54 ആയിരിക്കില്ലേ? ഇതിന്റെ വ്യത്യാസം എത്രയാ? 45 54 തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 9 ആണ്. 9 കൂടുതലാണ് 54 അല്ലേ? പുതിയ സംഖ്യ പഴയ സംഖ്യനെക്കാട്ടിലും 9 കൂടുതലാണ്. അപ്പൊ ഇനി അടുത്തത് നോക്ക്. അടുത്തത് 27 ആണ്. 27 തിരിച്ചിട്ടാൽ എത്രയാ? 72 ആണ്. 27 തിരിച്ചിട്ടാൽ 72 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 45. 72 27 കുറച്ചാൽ 45 ആണ് കിട്ടുക. എന്താണ് ആദ്യത്തെ സംഖ്യ 27 ആണ്. അതിനെക്കാട്ടിലും എത്ര കൂടുതലാണ്? 45 കൂടി കൂട്ടിയാലാണ് എന്ത് കിട്ടുക? പുതിയ സംഖ്യ ആയിട്ടുള്ള 72 കിട്ടുക. ഇനി അടുത്ത് നോക്ക്. 63. 63 തിരിച്ചിട്ടാൽ എത്രയാ? 36. ഇതിന്റെ വ്യത്യാസം എത്രയാ? 27. അപ്പൊ ഉത്തരം കിട്ടി അല്ലേ? ഇതാണ് ഉത്തരം എന്ന് വിചാരിച്ചു പോയി അടിക്കാൻ പറ്റുമോ? അങ്ങനെ അടിച്ചാൽ നമ്മളെ മാർക്ക് പോവും അല്ലേ? എന്താ കാരണം? 63 എന്താണ്? ആദ്യ സംഖ്യയാണ്. അതിനേക്കാൾ 27 കൂടുതലാണോ 36? 63 ആദ്യത്തെ സംഖ്യയും 36 പുതിയ സംഖ്യയാണ്. 63നേക്കാൾ 27 കൂടുതലാണോ 36? അല്ലല്ലോ. 63നെക്കാട്ടിലും 27 കുറവല്ലേ 36? അപ്പൊ ഇത് പറ്റുമോ? ഇല്ല. അപ്പൊ ഉത്തരം എന്തായിരിക്കും? ലാസ്റ്റത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നോക്കാം. ലാസ്റ്റത്തത് 36. അപ്പൊ തിരിച്ചിട്ടാൽ 63. ആദ്യത്തത് 36ഉം പുതിയത് 63ഉം വ്യത്യാസം വരുന്നത് 27 തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? 36നേക്കാട്ടിലും, അതായത് ആദ്യ സംഖ്യയേക്കാൾ 27 കൂടുതലാണ് എന്ത്? പുതിയ സംഖ്യ ആയിട്ടുള്ള 63. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 36. ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ PSC എന്തുകൊണ്ടോ ഇതിന്റെ ഉത്തരം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു മോഡൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഈ ഓപ്ഷൻ ഡി 36 ആയിരിക്കും. ചോദ്യം കറക്റ്റ് വായിച്ചു നോക്കി മാത്രം ഉത്തരം എഴുതണം കേട്ടോ. എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. 6 പൈപ്പുകൾ 1 മണിക്കൂറും 30 മിനിറ്റും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കുകയാണെങ്കിൽ, എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഇതേ വലിപ്പമുള്ള 4 പൈപ്പുകൾ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയ്ക്കുന്ന? നിങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്ത്? M1 D1 = M2 D2 അങ്ങനത്തെ ഒരു സാധനം പഠിച്ചിട്ടില്ലേ? M1 D1 T1 = M2 D2 T2 ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഇതിൽ M എന്ന് പറയുന്നത് മാനാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഇവിടുത്തെ കേസിലാവുമ്പോൾ പൈപ്പിന്റെ എണ്ണമായിട്ട് എടുക്കാം. T എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? M1 T1 = M2 T2 എന്ന് എഴുതി വെക്കാം. ഇത് ഇക്വേഷൻ ആണ് കേട്ടോ. വർക്ക് ആൻഡ് ടൈമത്തെ ഇക്വേഷൻ ആണ്. M1 D1 T1 = M2 D2 T2 ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് D ഇല്ല, ഡേ ഇല്ല. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാം. അപ്പൊ M1 × T1 = M2 × T2 നമ്മൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. M എന്ന് പറയുന്നത് പൈപ്പുകളുടെ എണ്ണവും T എന്ന് പറയുന്നത് സമയമായിട്ടാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? എങ്കിൽ പറയൂ, 6 പൈപ്പുകൾ എന്താ ചെയ്യുന്നത്? 1 മണിക്കൂറും 30 മിനിറ്റും. 1 മണിക്കൂറും 30 മിനിറ്റിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം തന്നെ ഇത് 1 മണിക്കൂറും 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ നമുക്ക് 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/30/60 ചെയ്തിട്ട്, അതായത് 1 മണിക്കൂർ 30 മിനിറ്റ് പറഞ്ഞാൽ എന്താ? 1.5 മണിക്കൂറാണല്ലോ. അങ്ങനെ വെച്ചിട്ട് ചെയ്യാം. അല്ല എങ്കിൽ നേരെ എന്ത് ചെയ്യാം? 1 മണിക്കൂറും 30 മിനിറ്റും എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ നോക്കാലോ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. പിന്നെ ഒരു 30 മിനിറ്റും. അപ്പൊ ടോട്ടൽ എത്ര മിനിറ്റ് ആണ്? 1 മണിക്കൂർ 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണല്ലോ. പറഞ്ഞ മനസ്സിലായല്ലോ? 90 മിനിറ്റ് ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? 60 × 90 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? 4 പൈപ്പുകൾ × സമയം T2. M1 T1 = M2 T2 എന്തായിരുന്നു? M1 T1 = M2 T2. ഓക്കെ ആണല്ലോ? എങ്കിൽ ഇനി എങ്ങനെ T2 കണ്ടുപിടിക്കും? T2 = 6 × 90. അതവിടെ നിൽക്കട്ടെ. ഈ 4 ഗുണിക്കലാണ്. അപ്പൊ എന്ത് ചെയ്യും? /4 ഹരിക്കലായിട്ട് മാറും. സമത്തിന്റെ അപ്പുറത്തേക്ക് പോകുന്നോണ്ടാ. വെട്ടി ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് വെട്ടി, അപ്പൊ ഇവിടെയും വെട്ടി 3.
ഇതിനെയും വെട്ടിയാൽ 45 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഗുണിച്ചാൽ 135 എന്താണ് മിനിറ്റ് എന്ന് കിട്ടും. ടൈം എത്രയാ? 135 മിനിറ്റാണ്. ഇനി നോക്കുക നമുക്ക് എന്താ വേണ്ടത്. നമുക്ക് മണിക്കൂർ മിനിറ്റ് എന്നാണ് ഓപ്ഷനിൽ മൊത്തം തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താക്കാം? മണിക്കൂറിക്ക് ആക്കണമല്ലോ. എങ്ങനെ മണിക്കൂറിക്ക് ആക്കുക മിനിറ്റിനെ? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ എന്ത് ചെയ്തത്? മണിക്കൂറിനെ മിനിറ്റ് ആക്കാൻ 60 കൊണ്ട് ഗുണിച്ചു. അപ്പം മിനിറ്റിനെ മണിക്കൂറിക്കാക്കാൻ എന്ത് ചെയ്യേണ്ടത്? 60 കൊണ്ട് ഹരിക്കണം. അത്ര തന്നെ. 135 ഹരിക്കണം 60 ചെയ്താൽ എത്ര കിട്ടുക? 260 120 താഴെ 15 എന്ന് വരും. അപ്പം ഈ മേലെ വന്നേക്കുന്നുണ്ടല്ലോ അതാണ് മണിക്കൂർ, 2 മണിക്കൂർ. ഈ താഴെ വന്നേക്കുന്ന ശിഷ്ടം കണ്ടല്ലോ അതാണ് മിനിറ്റ്, 15 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 2 മണിക്കൂർ 15 മിനിറ്റ്. സിമ്പിൾ അല്ലേ? എന്താ പറഞ്ഞത്? ആദ്യം എന്താ ചെയ്തത്? മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ എന്ത് ചെയ്തത്? 135 മിനിറ്റിനെ മണിക്കൂറിലേക്ക് ആക്കാൻ 60 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഹരിച്ചപ്പോൾ 2 കൊണ്ട് ചെയ്താൽ 120 എന്ന് കിട്ടി. ശിഷ്ടം 15 എന്ന് കിട്ടി. ഈ കിട്ടിയ ഹരണഫലം മണിക്കൂറും കിട്ടിയ ശിഷ്ടം മിനിറ്റും ആവും. ഓക്കെ ആണല്ലോ? എങ്കിൽ അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം നോക്കുക. എയും ബിയും 10 താഴെയുള്ള 2 എണ്ണൽ സംഖ്യകളാണ്. ഒരുമിച്ച് എഴുതിയാൽ കിട്ടുന്ന 2 അക്ക സംഖ്യകളാകുന്ന ബി എയുടെയും B3യുടെയും ഗുണനഫലം 57A ആണെങ്കിൽ എയുടെ വില എത്രയാണ്? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? ഇത് ചെയ്യാൻ പല വഴികളും ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യാൻ പോണത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് സംഖ്യകൾ BA എന്ന് എഴുതാം. ഇപ്പോൾ ഈ BA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 10, 12, 14, 15, 16, 17 അങ്ങനത്തെ ഏതൊരു സംഖ്യ, അല്ലെ 22, 23, 24 അങ്ങനത്തെ ഒരു സംഖ്യ. എന്താ പറഞ്ഞത്? ഇതിൻ്റെയും B3യുടെയും B3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 13, 23, 33, 43, 53, 63 അങ്ങനത്തെ ഏതെങ്കിലും ഒരു സംഖ്യ. ഇതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് എന്താ? 57A ആണ്. 57A എന്ന് പറഞ്ഞാൽ 570, 571, 572, 573, 574, 575, 576, 577, 78, 79 അങ്ങനെ വരുന്നത്. അങ്ങനെയല്ലേ? അതാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ഞാനിവിടെ ചെയ്യാൻ പോണത് ഓപ്ഷനിൽ നിന്ന് എടുത്ത് നോക്കാൻ പോവാ. ബി ഞാൻ എന്ത് ചെയ്യാണ്? 1 എന്നുള്ള വാല്യൂ, എക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്നുള്ള വാല്യൂകൾ ഇട്ട് നോക്കാൻ പോവാം. അപ്പോൾ ബിക്ക് ഞാൻ 1 ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ 2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12 ഗുണിക്കണം ബി 1 ആയതുകൊണ്ട് 13. ഇത് ചെയ്താൽ എത്ര കിട്ടുക? ഈ 2, 3 മാത്രം ഗുണിച്ചാൽ, ലാസ്റ്റത്തത് മാത്രമല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ലാസ്റ്റത്തെ 2, 3 മാത്രം ഗുണിച്ചാൽ 6 ആണ് കിട്ടുക. നമുക്ക് നമ്മുടെ സംഖ്യ ഏതാണ്? എ ആണ്. അത് എത്രയാ? 2. ഈ 2 തന്നെ ഇവിടെ കിട്ടണം വേണ്ടേ? അപ്പോൾ ഇത് പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്ത നോക്ക്. 13 ഗുണിക്കണം ഇനി എത്ര? 13 തന്നെ. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബിക്ക് ഞാൻ 1 എന്നുള്ള വാല്യൂ അല്ല 2 എന്നുള്ള വാല്യൂ ഇട്ടാലും ഒരു കുഴപ്പമില്ല ഇവിടെ കേട്ടോ. 23 ഗുണിക്കണം 23 ചെയ്താൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എന്താ? എപ്പോഴും സെയിം ആയിരിക്കുമല്ലോ. എങ്ങനെയാ? 23 ഗുണിക്കണം 23 പറഞ്ഞാൽ ഈ 3 9 ഇത് മാത്രമായിരിക്കും താഴെ എടുത്ത് എഴുതുമ്പോൾ അല്ലേ? കാരണം 23 6 കഴിഞ്ഞാൽ പിന്നെ 23 6 അടുത്തത് ഇവിടെ വരുള്ളൂ. ഇവിടെ ഫ്രീ ആയിട്ട് അത് തന്നെ ആയിരിക്കും ഒറ്റയുടെ സ്ഥാനത്തുള്ളത്. അപ്പോൾ അത് മാറ്റം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് മാത്രം ഗുണിച്ചെഴുതുന്നത്. അതെത്രയാ? 9. നോക്ക് ഈ എ തന്നെ, അതായത് എ എത്ര നമ്മളിപ്പോൾ എടുത്തത്? 3 എടുത്തത്. ഈ 3 എടുത്തത്. അതാണോ ഇവിടെ വന്നേക്കുന്നത്? അല്ല. അപ്പോൾ ഇതും എന്തല്ല? കറക്റ്റ് അല്ല. അപ്പോൾ ഇനി അടുത്തത് എടുത്തു നോക്കുമ്പോൾ ഇതാകുന്നു 4 എടുത്ത് നോക്കുന്നു. അപ്പോൾ ഞാൻ 34 ഗുണിക്കണം 33 ചെയ്യാലോ. ഈ 3-നൊന്നും പ്രസക്തി ഇല്ല. അത് ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ആകെ ഇത് മാത്രം ഗുണിച്ചാൽ മതി. എത്ര കിട്ടുക? 3 × 4 12. അപ്പോൾ 12 ആകുമ്പോൾ ലാസ്റ്റത്തെ സംഖ്യ മാത്രം എടുത്തായി. എത്രയാ? 2. ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. സെയിം ആണോ? അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും ഉത്തരം. ഇനി അത് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു 15 ഗുണിക്കണം 13 ചെയ്യാം. അപ്പം 3 5 ഗുണിച്ചാൽ എത്രയാ? 15. അപ്പോൾ എത്രയാ എഴുതിയാൽ മതി? 5. നോക്ക്
ഈ സംഖ്യയും ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയും സെയിം അല്ലേ, എയും സെയിം അല്ലേ, അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ വേറെ സംഖ്യ 25 ഗുണിക്കണം 23 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ 3 × 5 15, ലാസ്റ്റത്തെ ഒക്കെ എന്തായിരിക്കും 5 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ് 5 ആണ് എന്ന് മനസ്സിലായി. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എനിക്ക് പറഞ്ഞു തരാൻ തന്നെ കുറച്ച് സമയം എടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലത്തെ ടഫ് ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അറിയുന്ന ആളുകൾക്ക് കിട്ടും. പക്ഷേ എന്ത് ചെയ്യും, ജി കെയുടെ ഭാഗത്തുനിന്ന് ഈസി ആവും. അപ്പോൾ അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ചോദ്യ പേപ്പർ വരുമ്പോൾ അറിയുന്ന ചോദ്യങ്ങൾ തെറ്റിക്കരുത്. ഇപ്പോൾ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ 13 വന്നതൊക്കെ ഉത്തരം, +7 ചെയ്യാനുണ്ടായിരുന്നു ഏജിൻ്റെ പ്രോബ്ലം, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ. കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ ക്യാൻസൽ ആയി പോയതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും ശ്രദ്ധിക്കുക, ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ മൈനസ് അടിക്കാതിരിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് കാര്യമല്ല, നമ്മൾ അടിച്ചേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. എങ്കിൽ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്